അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ വിവിധ സാമൂഹിക വിഭാഗങ്ങളായി തരംതിരിക്കുകയും അടിമത്തം നിയമവിധേയമാക്കുകയും ചെയ്യുന്ന ക്രൂരമായ പുതിയ ക്രിമിനൽ നിയമം താലിബാൻ ഭരണകൂടം നടപ്പിലാക്കി. 119 ആർട്ടിക്കിളുള്ള ഈ നിയമസംഹിതയ്ക്ക് താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അബുദ്സാദ ജനുവരി 4-നാണ് അംഗീകാരം നൽകിയത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നതാണ് താലിബാന്റെ ഈ പുതിയ നടപടി. പുതിയ നിയമം രാജ്യത്തെ പൗരന്മാരെ അവരുടെ സാമൂഹിക പദവി അനുസരിച്ച് 4 വിഭാഗങ്ങളായി തിരിക്കുന്നു. കുറ്റകൃത്യത്തിന്റെ ഗൗരവത്തേക്കാൾ കുറ്റവാളി ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നതിനാണ് കോടതികൾ പ്രാധാന്യം നൽകുന്നത്. മതപണ്ഡിതർ, വരേണ്യവർഗം, മധ്യവർഗം, താഴ്ന്ന വിഭാഗം എന്നിങ്ങനെയാണ് തരംതിരിവ്. മതപണ്ഡിതർ കുറ്റം ചെയ്താൽ ഇവർക്ക് വെറും ഉപദേശങ്ങൾ മാത്രമേ നൽകൂ. വരേണ്യവർഗം ഇവർക്ക് കോടതി സമൻസും ഉപദേശവുമാണ് ശിക്ഷ. മധ്യവർഗം ഇതേ കുറ്റത്തിന് ഇവർ തടവ് ശിക്ഷ അനുഭവിക്കണം. താഴ്ന്ന വിഭാഗം തടവ് ശിക്ഷയ്ക്കൊപ്പം പൊതുമധ്യത്തിൽ ചാട്ടവാറടി ഉൾപ്പെടെയുള്ള ശാരീരിക പീഡനങ്ങളും ഇവർ നേരിടേണ്ടി വരും. ആർട്ടിക്കിൾ 15 പ്രകാരം ഭർത്താക്കന്മാർക്കും യജമാനന്മാർക്കും തങ്ങളുടെ കീഴിലുള്ളവരെ ശിക്ഷിക്കാൻ അധികാരം നൽകുന്നു. അസ്ഥികൾ ഒടിയാത്തതോ ചർമ്മം മുറിയാത്തതോ ആയ പീഡനങ്ങൾ ഗാർഹിക പീഡനമായി കണക്കാക്കില്ല എന്നത് കുറ്റവാളികൾക്ക് നിയമപരിരക്ഷ നൽകുന്നതാണ്. സ്ത്രീകൾ നൃത്തം ചെയ്യുന്നതും പൊതുകൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നതും കുറ്റകരമാക്കി. വിചാരണവേളയിൽ പ്രതികൾക്ക് അഭിഭാഷകനെ വെക്കാനുള്ള അവകാശമില്ല. കുറ്റസമ്മതമൊഴികളും സാക്ഷികളും മാത്രമായിരിക്കും വിധി നിർണയിക്കുക. താലിബാന്റെ പുതിയ പരിഷ്കാരങ്ങൾക്കെതിരെ മനുഷ്യാവകാശ സംഘടനയായ റവാദരി കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ഇത് മനുഷ്യാവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണെന്ന് മുൻ അഫ്ഗാൻ അറ്റോർണി ജനറൽ മുഹമ്മദ് ഫരീദ് ഹമീദി പറഞ്ഞു.